അസ്സലാമു അലൈക്കും വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മഹാകവി കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൽപ്പന സഹാബാക്കളെ അറിയിക്കുകയും അവർ ഉദ്ദേശിച്ചു വന്ന അബൂ സുഫിയാൻ ബഹറിൻ്റെ കരയിലുള്ള ഒരു ഊടുവഴിയിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു, അവരുദ്ദേശിച്ചതായ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയൊക്കെ അറിയിച്ചുകൊണ്ട് അതേ സ്ഥാനത്ത് അബൂജഹൽ മുത്തുനബിയെയും സഹാബത്തിനെയും നശിപ്പിച്ച് അവരെ കൊല ചെയ്ത് മാത്രമേ ഞങ്ങൾ അടങ്ങുകയുള്ളൂ എന്ന് ജയിക്കുമെന്ന ജയപ്രതീക്ഷയോടെ തന്നെ വന്ന അബൂജഹൽ അവരോട് നമ്മൾ പൊരുതണോ വേണ്ടയോ എന്ന ആശയവിനിമയം നടത്തുകയാണ്. അതിൽ മുഹാജിറുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബാക്കളെല്ലാം അഭിപ്രായം പറഞ്ഞു. വീണ്ടും വീണ്ടും നബി തങ്ങൾ ആവർത്തിച്ച് ചോദിക്കാനുള്ള കാരണം എന്ത് എന്ന കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മഹാകവി കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. തുടർന്ന് മഹാകവി നമ്മോട് വിശദീകരിക്കുന്നു. അറിവീരെ ഹിജ്റക്കുള്ളൊരു 3 ഷഹർ മുന്നേ അൻസാറും നബിയുമായി കരാറുണ്ടുണ്ടേ. ശറഫൂറ്റോർ മദീനം പുക്കിരിപ്പാനും അവരൊക്കെ സമസ്ഥാനം ഉദക്കം രക്ഷകൾ ചെയ്യുവാനും മറുപോറിൽ ഒഴിത്ത് പിന്തിരിയാമല്ലെതിർപ്പാനും മൗസമിന്നൂരത്തുള്ള കരാറ് തന്നിൽ പുറമ്പിണ്ടാകിലും ഇപ്പോൾ തലയണ്ടി പകരാതെ പൊതുവൈ കാത്തതിനാലും അവർക്കുള്ളെണ്ണം മുഹജീറാണവരെക്കാൾ പെരുത്തുള്ള സബബാലും മുനിയാമൽ അവരെ ചൊൽഹിതം കിട്ടുവാൻ. അറിവീരെ, അറിയുക, ഇജ്റക്കുള്ള ഒരു 3 ഷഹർ മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇജ്റ പോകുന്നതിൻ്റെ ഒരു 3 മാസം മുമ്പ് തന്നെ അൻസാറുൻ നബിയുമായ ഒരു കരാറുണ്ട്. അൻസാരികൾ എന്ന് പറഞ്ഞാൽ മദീനക്കാരും നബിയുമായ ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. അഖബ ഉടമ്പടി എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട ആ കരാറിനെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്താണ് അതിൽ പറയുന്നത്? ഷറഫൂറ്റോർ മദീനം പുക്കിരിപ്പാനും അവരൊക്കെ സമസ്ഥാനം ഉദക്കം രക്ഷകൾ ചെയ്യുവാനും. ഷറഫുറ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പുക്കിരിപ്പാനും അവിടേക്ക് പ്രവേശിച്ചിരിക്കാനും ഇരിക്കുന്ന സമയത്തൊക്കെ സമസ്ഥാനം ഉദക്കം രക്ഷകൾ ചെയ്യുവാനും സർവ്വവിധ സഹായങ്ങളും രക്ഷകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനയിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു പേടിയും തങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ തങ്ങൾക്ക് സഹായത്തിനുണ്ടാകും. മറുപോറിൽ ഒഴിത്ത് പിന്തിരിയാമല്ലെതിർപ്പാനും മൗസമിന്നുരത്തുള്ള കരാറ് തന്നിൽ. മറുപോരിൽ ഒഴിത്ത് പിന്തിരിയാമൽ എതിർപ്പാനും, എതിരാളികൾ ശത്രുക്കൾ ആരെങ്കിലും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഒഴിത്ത് പിന്തിരിയാമൽ എതിർപ്പാനും, ഒഴിഞ്ഞ് പിന്തിരിയാതെ അവരെ തങ്ങൾ എതിർക്കുന്ന ആളോട് എതിർക്കാനും മൗസമിന്നുരത്തുള്ള കരാറ് തന്നിൽ. മൗസമിൽ എന്ന് പറഞ്ഞാൽ ബസാറിൽ പട്ടണത്തിൽ വെച്ചുണ്ടാക്കിയ, അതല്ലെങ്കിൽ ജനസമക്ഷത്തിൽ വെച്ചുണ്ടാക്കിയ, മജ്ലിസിൽ വെച്ചുണ്ടാക്കിയ ആ കരാറിൽ പ്രതിപാദിക്കുന്നുണ്ട്. പുറംപിണ്ടാകിലും ഇപ്പോൾ തനയണ്ടി പകരാതെ പൊതുവൈ കാത്തതിനാലും അവർക്കുള്ളെണ്ണം. പുറംപിണ്ടാകിലും ഇപ്പോൾ തന്നെ, മറുദേശത്താണെങ്കിലും മദീനത്തിൻ്റെ പുറത്ത് ആണ് എങ്കിലും ഇപ്പോൾ തന്നെ ഇതുപോലെ തന്നെയാണ് എണ്ടി പകരാതെ എന്ന് പറഞ്ഞിട്ടില്ല. മദീനയിലുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുറദേശത്ത് മദീനത്തെ പുറത്താണെങ്കിൽ ഞങ്ങളിങ്ങനെ സഹായിക്കുമെന്ന് ഇപ്രകാരം പറഞ്ഞിട്ടില്ല. ആ കരാറിൽ പൊതുവൈ കാത്തതിനാലും, പൊതുവായി അങ്ങനെ ഒരു അഭിപ്രായം അതിൽ പറഞ്ഞിട്ടില്ല. മദീനത്താണെങ്കിലും എവിടെ ആണെങ്കിലും ഞങ്ങൾ രക്ഷക്കുണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. മദീനത്താണെങ്കിൽ മാത്രമല്ല അവർക്കുൾ എണ്ണം,
ആർക്ക്? അൻസാറുകളുടെ എണ്ണം മുഹാജിറാണവരെക്കാൾ പെരുത്തുള്ള സബബാലും മുനിയാമല്ലവരെ ചൊൽഹിതം കിട്ടുവാൻ. മുഹാജിറീങ്ങളെക്കാളും പെരുത്തുള്ള സബബാൽ, മുഹാജിറീങ്ങളെക്കാളും കൂടുതലുള്ള കാരണം കൊണ്ട്. മുഹാജിറുകൾ കുറച്ചാണ്, ഏകദേശം ഒരു 77 പേരാണ്. 313 77 പേര് മാത്രമാണ് മുഹാജിറുകളുള്ളത്. അൻസാറുകളാണ് കൂടുതൽ, 236ഓളം പേര് അൻസാരികളാണ് കൂടുതലുള്ളത്. അപ്പോൾ അവരുടെ എണ്ണമാണ് കൂടുതലുള്ളത്. മുനിയാമൽ അവരെ ഹിതം കിട്ടുവാനും, മടിയൊന്നുമില്ലാതെ അവരുടെ വാക്കും ഹിതം, അവരുടെ ഇഷ്ടവും ഹിതം, അവരുടെ ഹിതം എന്താണ്, മനസ്സിൻ്റെ ഹിതമൊക്കെ കിട്ടുവാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്. മഹാമുത്ത് നബി പിന്നും മടക്കി ചോദിടുമ്പോൾ മദീബീരർ സഅദ് ഇബ്നു ഉബാദത്തുറ്റാർ. പുകൾ മുത്ത് നബിയെ നീറൊരുങ്കുവിൻ മനം പോലെ പൊരുതുവാൻ അതിനാ പിന്നബിയൻ കൊള്ളാം. മുഖം ബെത്താകിലും അൻസാറമതിൽ നിണ്ടൊരു പേരും മുനിന്ത് പിന്തിരിന്തിടാതൊരു പോതുമേ. ഇത് പറഞ്ഞപ്പോൾ പുകൾമുത്ത് നബിയെ മഹാമുത്ത് നബി പിന്നും മടക്കി ചോദിച്ചിടുമ്പോൾ, മഹാമുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും മടക്കി ചോദിച്ചപ്പോൾ മദിബീരർ, ധീരരായ അൻസാരി നേതാവ് സഅദ് ബിൻ ഉബാദത്ത് എന്ന സഹാബി, അൻസാരി സഹാബി എഴുന്നേറ്റ് പറഞ്ഞു. ഹസ്രജി വംശത്തിൽപ്പെട്ട ആളാണ് മഹാനവറുകൾ. അദ്ദേഹം പറഞ്ഞു, പുകൾമുത്ത് നബിയെ നീർ ഒരുങ്കുവിൻ മരം പോലെ, പോരീഷപ്പെട്ട മുത്ത് നബിയെ നീർ ഒരുങ്ങുവീൻ, അങ്ങ് ഒരുങ്ങുവീൻ മനം പോലെ. അങ്ങയുടെ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത്, മനസ്സിനെന്താണോ ഉദ്ദേശിക്കുന്നത്, അതുപോലെ മനം പോലെ ഒരുങ്ങുവീൻ, പൊരുതുവാൻ. അതൻ പിന്നെ അബിയൻ കൊള്ളാം. നിങ്ങൾ അതിനെന്ന നാട്ടിലേക്കോ അതല്ലെങ്കിൽ അബിയൻ എന്ന നാട്ടിലേക്കുള്ളോ ആണോ ഞങ്ങളെ പൊരുതാൻ വേണ്ടി ഞങ്ങളോട് കൽപ്പിക്കുന്നത്? എന്നാൽ പോലും തങ്ങൾ എന്തായിക്കോളി, മുന്നിട്ട് പോയിക്കൊള്ളുക. മുഖം ബെത്താകിലും അൻസാർ എമദിൽ നിന്നൊരു പേരും. ആ നാട്ടിലേക്ക് ആണെങ്കിലും, അതിനെന്ന നാട്ടിലേക്ക്, അതെന്ന് പറഞ്ഞാൽ യമനിലുള്ള ഒരു നാടാണ് അതൻ. അതുപോലെ തന്നെ അബിയനൊക്കെ വളരെ മോശം സാഹചര്യമുള്ള, കാലാവസ്ഥയൊക്കെ മോശമായ, വളരെ ദുർഘടമായ ഒരു പ്രദേശങ്ങളാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതിന് കൊള്ളയോ അല്ലെങ്കിൽ അബിയന് കൊള്ളയാണോ തങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ നാട്ടിലേക്കാണെങ്കിലും അൻസാർ എമദിൽ നിന്നൊരു പേരും, അൻസാരികളിൽപ്പെട്ട ഞങ്ങളിൽപ്പെട്ട ഒരാൾ പോലും മുനിന്ത് പിന്തിരിന്തിടാതൊരു പോതുമേ. മടിച്ച്, മുനിന്ത് എന്ന് വെച്ചാൽ മടിച്ച് പിന്തിരിഞ്ഞു പോവുകയില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ പോലും. അതുകൊണ്ട് എന്താണ്, യദത്തോടെ ഇബ്നു അംറ ഖദാദന്തവരപ്പോൾ എളുന്ത് നിന്തുരത്ത് യാ റസൂലുള്ളാഹേ. സദതം തീർത്തരുളോരെ ഉമതിൽ കോനരുൾ ചെയ്ത തലം കൊള്ളെ എളുന്താറ്റൽ നടந்து കൊൾവീൻ. നിതമ്യങ്ങൾ സകലോരും ഉമൈ കൂടെ ഇതാ ഹാജർ. നിനവെല്ലാം അറിയും ഹക്കുടയോനാണ്. മഹാനായ അൻസാരി നേതാവ്, അൻസാരി നേതാക്കളിൽപ്പെട്ട സഅദ് ബിൻ ഉബാദത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ യദത്തോടെ അംറാൻ ഇബ്നു മിഖ്ദാദ്, ഇബ്നു അംറാൻ എന്ന അൻസാരി സഹാബി, അവരെ ഫോളോ ചെയ്തുകൊണ്ട്, പിൻപറ്റിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, അംറാൻ ഇബ്നു അംറാൻ മിഖ്ദാദ്. ഇബ്നു അംർ എന്നാണ് ചരിത്ര കിതാബിലുള്ളത്. ഇതിൽ ഇബ്നു അംറാൻ ഇബ്നു മിഖ്ദാദ് എന്ന അൻസാരി സഹാബി എഴുന്നേറ്റ് പറഞ്ഞു, യദത്തോടെ ഇബ്നു അംറാൻ മിഖ്ദാദ് എന്തവരപ്പോൾ, വളരെ നബി തങ്ങളെ പിൻപറ്റിക്കൊണ്ട് ധൈര്യം പകർന്നുകൊണ്ട്, അതല്ലെങ്കിൽ നബിയെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഇബ്നു അംറാൻ മിഖ്ദാദ് എന്തവരപ്പോൾ എളുന്ത് നിന്ത് ഉരത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സദതം നീർത്തരുളോരെ ഉമതിൽ കോനരുൾ ചെയ്ത് തലങ്കൊള്ളെ എളുന്താറ്റൽ നടந்து കൊൾവീൻ.
എപ്പോഴും കാര്യങ്ങളൊക്കെ തീർത്ത് ഞങ്ങളോട് പറയാറുള്ള നബിയെ, സതതം തീർത്തരുളോരെ, തീർത്ത് പറയുന്ന, എപ്പോഴും കാര്യങ്ങളൊക്കെ തീർത്ത് പറയുന്ന, പ്രഖ്യാപിക്കാറുള്ള നബിയെ, ഉമദിൽ കോൻ അരുൾ ചെയ്ത് തങ്ങളോട് തങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുള്ള ആ കാര്യം സ്ഥലം കൊള്ളെ എളുന്താറ്റൽ നടന്ന് ആ സ്ഥലം കൊള്ളെ എഴുന്നേറ്റ് ഞങ്ങളെ കൊണ്ട് നടന്നു പോകുവീൻ നബിയെ. നിതമ്മെങ്കൾ സകലോരും ഇതാ ഉമൈ കൂടെ ഇതാ ഹാജർ, ഞങ്ങൾ നിത്യമായും നിതമ്മെങ്കൾ ഞങ്ങളെപ്പോഴും സകലോരും ഉമൈ കൂടെ തങ്ങളെ കൂടെ ഇതാ ഹാജർ എപ്പോഴും തങ്ങളെ കൂടെ ഉണ്ടാവും. നിனைവെല്ലാം അറിയും ഹക്കുടയോനാണ്, എല്ലാ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന അള്ളാഹു തന്നെയാണ് സത്യം. തങ്ങൾ എവിടേക്കാണോ ഞങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് തങ്ങൾ നടന്നു കൊണ്ടുപോകുക, പൊരുതുന്നതിന് വേണ്ടി ഞങ്ങൾ തങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. എന്നിട്ട് വീണ്ടും മഹാൻ അവർ പറയുകയാണ്, കദബനി ഇസ്രായിൽ ഉലകറുകൾ നബി മൂസ കലിമുള്ളാടൂരത്തുള്ള മൊഴി കാലല്ലാ എതിർത്തേൻ വാത് ഹബ് അന്ത വറബ്ബുക ഫഖാതില എനുമിന്നാഹുന ഖായിദുനണ്ടാമേ. അതുപോലെ ഉമ്മത്തമൈ ചൊല്ലാതൊരിക്കലും അബ്ദാനിൽ ഉഷിർ നീക്കും ദിനം ഒക്കെയും. കദബനി ഇസ്രായേൽ ഉലഗർ നബി മൂസ, ഇസ്രായേലിൽപ്പെട്ട ആളുകൾ മൂസാ നബിയോട് പറഞ്ഞ അത് ആ കഥയിലുള്ളതുപോലെ കലീമുള്ളാട് ഉരത്തുള്ള മൊഴി കാലല്ല, കലീമുള്ളായി മൂസാ നബിയോട് പറഞ്ഞ കാര്യം അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എതിർത്തേൻ, അവർ പറഞ്ഞു, പദ്ഹബ് തങ്ങൾ പോവുക, അന്ത തങ്ങളും, പദ്ഹബ് അന്ത തങ്ങളും പോവുക, ഓ റബ്ബുക തങ്ങളുടെ റബ്ബും, വഖാതില അവരോട് തങ്ങൾ പൊരുതുക, എനും ഇന്നാഹാവുന ഖായിദൂൻ ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങളോ അതുപോലെ ഉമ്മത്തമൈ ചൊല്ലാതൊരിക്കലും, അതുപോലെ തങ്ങളുടെ ഉമ്മത്താകുന്ന ഞങ്ങളൊരിക്കലും ചൊല്ലുകയില്ല, പറയുകയില്ല. അതുപോലെ ഉമ്മത്ത് തങ്ങളുടെ ഉമ്മത്ത് യമൈ ഞങ്ങൾ ചൊല്ലുകയില്ല ഒരിക്കലും. അബ്ദാനിൽ ഉഷിർ നിൽക്കും ദിനം ഒക്കെയും, ഞങ്ങളുടെ ശരീരത്തിൽ ഉഷിർ നിൽക്കുന്ന റൂഹ് നിൽക്കുന്ന ദിവസങ്ങൾ ഒരിക്കലും ഞങ്ങളത് പറയുകയില്ല നബിയെ. വിധമെങ്കൾ മൊഴിയും നീർപ്പൊരുവിൻ പോയമൈ റബ്ബിൻ വിധിക്കിന്നാമൂമ മുഖാത്തിലൂന. തുതിപേറ്റോർണമൈ കൊണ്ട് കൊടുബർക്കുള്ളിമാതണ്ട് ജോക്കിയ സ്ഥലം കൊള്ളെ നടന്നെണ്ടാലും. വിധമെങ്കൾ മൊഴിയും, ഞങ്ങൾ പറയുന്ന വിധം എങ്ങനെയാണ്? മൂസാ നബിൻ്റെ കൗമ അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഞങ്ങൾ പറയുന്ന വിധം, വിധമെങ്കൾ മൊഴിയും, ഞങ്ങൾ പറയുന്നത് നീർ പൊരുവീൻ, അങ്ങ് പോയി പൊരുതുവീൻ, യമൈ റബ്ബിൻ നമ്മുടെ റബ്ബിനിക്ക് വിധിക്ക് മറുപടി നൽകിക്കൊണ്ട്, ഇന്ന മഅകുമാ കാത്തിലും തങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുമുണ്ടാകും എന്നതായിരിക്കും ഞങ്ങൾ പറയുന്ന വിധം. അതുകൊണ്ട് തുതിപെറ്റോർ നമ്മൈ കൊണ്ട് കൊടുബർക്കുള്ളിമാതണ്ട് ജോക്കിയ സ്ഥലം കൊള്ളെ നടന്നെണ്ടാലും. സുത്യർഹരായ നബിയെ, നമ്മൈ കൊണ്ട് നമ്മളെക്കൊണ്ട് കൊടുബർക്കുള്ളിമാത് ഉണ്ട്, ബർക്കുള്ളിമാത് എന്ന ജോക്കിയ സ്ഥലം കൊള്ളെ വളരെ ദുർഘടമായ സ്ഥലത്തേക്ക് കൊള്ളയാണ് നടന്നത് എന്നാലും കൊണ്ടുപോകുന്നതാണെങ്കിലും, ബർക്കുള്ളിമാത് എന്ന് പറയുന്ന അബിസീനിയയിൽപ്പെട്ട മുള്ളു ചെടികളൊക്കെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന പ്രദേശമാണ് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അബിസീനിയയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ നടന്നു പോകാൻ തന്നെ വളരെ പ്രയാസമുള്ള ദുർഘടമായ ഒരു സ്ഥലമാണ്. ആ സ്ഥലം കൊള്ള പോകാൻ വേണ്ടിയാണ് തങ്ങൾ കൽപ്പിക്കുന്നത്. എന്ന് കൽപ്പിച്ചാൽ പോലും വീണ്ടും പറയുന്നു, എന്താലും ഉമൈ ചുറ്റും നിലത്തെങ്കൾ പകയരിൽ എതിർത്തേറ്റി പൊരുതു നിപ്പവരാകുമേ. എന്നാലും ഉമൈ ചുറ്റും നിലത്ത് എങ്കൾ പകയരിൽ തങ്ങളുടെ കൂടെ, എന്നാലും ഉമൈ ചുറ്റും തങ്ങളുടെ ചുറ്റും നിലത്ത് ഞങ്ങൾ നിന്നുകൊണ്ട് എങ്കൾ പകയരിൽ എതിർത്തേറ്റി പൊരുതിടു നിൽക്കുമേ. പകയന്മാരിൽ ശത്രുക്കളോട് പൊരുതുന്നവരായിരിക്കും ഞങ്ങൾ. അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണെങ്കിലും
ഉണ്ടായ ഇസ്ലാം ദീൻ വഴിയും കൊണ്ടുമൈ തന്ന നങ്ങളിൽ ഇറക്കിയ പെരിയോനാണാം. നന്നായി ചെയ്ത്, അതായത് നന്നായി ചെയ്തുടൽ ജീവും ഉമയേകൽ കഴിവ്, അതായത് നന്നായി ഹക്ക് ഇസ്ലാം ദീൻ വഴിയും കൊണ്ടുമൈ തന്ന, നന്നായി ദീനുൽ ഇസ്ലാമിനെ നമ്മളിലേക്ക് ഇറങ്ങി തന്ന, നാങ്കളിൽ ഇറക്കിയ പെരിയോനാണ്, തങ്ങൾക്ക് ഇറക്കി തന്ന് അത് ഞങ്ങളോട് പറഞ്ഞു തന്ന അള്ളാഹുവാണ് സത്യം. ദണ്ഡം ചെയ്തുടൽ ജീവും ഉമയേകൽ കഴിക്കുവാൻ തിരത്തോടെ ഒരുക്കി നിപ്പവരുമാമേ. ദണ്ഡം ഞങ്ങളുടെ ദണ്ഡമാണ്, ഞങ്ങളുടെ ഉടലും ജീവും. ദണ്ഡം ചെയ്തുടൽ ജീവും ഞങ്ങളുടെ ഉടലും ശരീരവും ജീവനവും തങ്ങൾക്ക് ദണ്ഡമാണ്. ഇകൾ കഴിക്കുവാൻ തിരത്തോടെ ഒരുക്കി നിൽപ്പവരാകുമേ, ശക്തിയോടെ ഒരുക്കി നിൽക്കുന്നവരാകുമേ. നിണ്ടിന്ത മൊഴിക്ക് ആറ്റൽ നബിക്കേറ്റം ഫർഹാലെ നിനൈ ചൊല്ലിമാ മിനുസം എന്തരുളി ചെയ്ത. നിണ്ടിന്തേ മൊഴിക്കാറ്റൽ നബിക്കേറ്റം ഫർഹാലെ നിനൈ ചൊൽമാ മിനുസം എന്തരുളി ചെയ്താർ. മഹാനായ സഹാബിയുടെ, അൻസാരിയായ സഹാബിയുടെ ഈ നിന്നുകൊണ്ടുള്ള ഈ മൊഴിക്ക് ആറ്റൽ നബിക്ക് ഏറ്റവും ഫർഹായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ സന്തോഷമായി. ഫർഹായി നിനൈ ചൊൽമാ മിനുസം എന്തരുളി ചെയ്താർ. അങ്ങയുടെ വാക്കിന് എന്തൊരു മിനുസമാണ്, എന്തൊരു സംസാര സ്ഫുടതയാണ്, എന്തൊരു സന്തോഷമാണ്. നിങ്ങളുടെ സംസാരം കൊണ്ട് തന്നെ എനിക്ക് സന്തോഷമുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്താറ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാകവി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.